ടു ലെമൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ക്വസ്റ്റ്യൻ ടാഗാണ്. പി എസ് സി പരീക്ഷകളിൽ നിരന്തരമായി ചോദിക്കുന്നൊരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് വളരെ ഈസി ആയിട്ട് ആൻസേഴ്സ് ലഭിക്കും. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ബേസിക് റൂൾസ് വളരെ ഈസിയാണ്. അത് നിങ്ങൾ വ്യക്തമായി നിങ്ങൾക്കൊരു ധാരണ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ ഈസിയാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? നമുക്ക് എപ്പോഴും ഒരു മലയാളത്തിലേക്ക് വരുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ചോദ്യമാണല്ലേ. അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് എൻഡഡ് ബൈ ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് പറയുക. ഒരു ചോദ്യത്താൽ അവസാനിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, യു ആർ ഗോയിങ്, ആർ ഇൻ യു. മലയാളത്തിൽ പറയുമ്പോൾ നീ പോവുകയാണ് അല്ലേ എന്ന് ചോദിക്കും അല്ലേ. സോ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ യു ആർ ഗോയിങ്, ആർ ഇൻ യു അവിടെയാണ് ടാഗ്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അല്ലേ ഇല്ലേ ഇങ്ങനെ 2-3 ചോദ്യങ്ങൾ വന്നാൽ പ്രോബ്ലം സോൾവ്ഡ്. പക്ഷേ ഇംഗ്ലീഷിൽ അതിന് റൂൾസ് ഉണ്ട്. ഓക്കെ, വളരെ ഈസിയായ റൂൾസാണ്. ആ റൂൾസ് നമ്മൾ ബേസിക് റൂൾസ് നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കും. കാരണം പി എസ് സിയിൽ എക്സാംസിൽ മാർക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സോ അതുകൊണ്ട് പി എസ് സി നിരന്തരമായി ചോദിക്കുന്ന റൂട്ടുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതുവഴി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനുള്ള ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ബേസിക് റൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബേസിക് റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആർ ഇൻ യു. ഓക്കെ, ബേസിക് റൂൾ എന്ന് പറയുന്നത് ആദ്യം ഓക്സിലറി വേർബ്. ഓക്കെ, ആദ്യം ഓക്സിലറി വേർബ് ആണ്. അതായത് ഇതാണ് ടാഗ് ആർ ഇൻ യു. ഓക്കെ, ഇത് നമുക്ക് കിട്ടണം ആൻസർ. ഇതെങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒന്നാമതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഒന്നാമത്തേത് ഓക്സിലറി വേർബ്. രണ്ടാമത്തേത് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്സിലറി വേർബ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഓക്സിലറി വേർബ് എന്താണെന്ന്. ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, രണ്ടാമത്തേത് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 രണ്ടാമത്തേത് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റിൽ നോ ഇല്ല എങ്കിൽ, നോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മീനിങ് കൊടുക്കുന്ന ഒരു വേർഡ് ഇല്ല എങ്കിൽ സെൻറ്റൻസ് പോസിറ്റീവാണ്. നേരെ മറിച്ച് നോ ഉണ്ടെങ്കിൽ, സെൻറ്റൻസ് നോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടേംസ് അതിലുണ്ടെങ്കിൽ സെൻറ്റൻസ് നെഗറ്റീവാണ്. അതാണ് ആ സെൻസ്. ഓക്കെ, സോ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ യു ആർ ഗോയിങ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവായി. സോ ഒന്നാമത്തേത് ഓക്സിലറി വേർബ്. ഇവിടെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ആറാണ്. ആറെടുത്ത് എഴുതി. രണ്ടാമത്തേത് സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പരിശോധിച്ചു. ഇവിടെ സെൻറ്റൻസ് എന്താണ്? സെൻറ്റൻസ് പോസിറ്റീവാണ്. സോ നമ്മൾ ടാഗ് അപ്പോൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നോട്ട് എഴുതി. സോ ആർ പ്ലസ് നോട്ട്, അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ആർ പ്ലസ് നോട്ട്, ആർ ഇൻറ്റ് എന്നാണ് നമ്മൾ ടാഗ് എഴുതുമ്പോൾ എഴുതുക. മൂന്നാമത്തേത് നമുക്ക് വേണ്ടത് സബ്ജക്റ്റാണ്. ഇവിടെ എന്ത് സബ്ജക്റ്റാണോ കൊടുത്തിട്ടുള്ളത് ആ സബ്ജക്റ്റോ അതിൻ്റെ പ്രോനൗണോ എഴുതണം. ഇവിടെ സബ്ജക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ പ്രോനൗണിൻ്റെ പ്രശ്നം വരുന്നില്ല. യു എടുത്ത് ഇങ്ങോട്ട് എഴുതുക. ഓക്കെ, സോ ആർ ഇൻ ടു യു. സോ ബേസിക് ആയിട്ട് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ഓക്സിലറി വേർബ് ടാഗ് എഴുതുമ്പോൾ. രണ്ടാമത്തേത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കുക. മൂന്നാമത്തേത് സബ്ജക്റ്റ് എടുത്ത് എഴുതുക. ക്ലിയർ? സോ ഓക്സിലറി വേർബിനെ പറ്റി ഞാൻ ജസ്റ്റ് പറയാം. ഒന്നാമത്തേത് നമ്മൾ പരിശോധിക്കുന്നത് ഓക്സിലറി വേർബാണല്ലേ. ഓക്സിലറി വേർബ് ഇംഗ്ലീഷിൽ 24ഓളം ഓക്സിലറി വേർബ്സ് ഉണ്ട്. നിങ്ങളതിനെപ്പറ്റി ചെറിയ ധാരണ ഉണ്ടായിരിക്കുക. ഈ പറയുന്ന ഓക്സിലറി വേർബിൽ ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ് ഇതൊക്കെ ഓക്സിലറി വേർബാണ്. ഇത്രയും ഓക്സിലറി വേർബിനാണ് നമ്മൾ പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് പറയും. ഓക്കെ, അതല്ലാതെ വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മസ്റ്റ്, ഡെയർ, മേ, മൈറ്റ്, യൂസ് ടു, ഓട്ട് ടു
ഇതാണ് മൊഡാൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയും. നിങ്ങളപ്പോൾ നിങ്ങൾക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇതിലേത് ഓക്സിലറി വെർബാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനാണ് ഓക്സിലറി വെർബ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇതിലേത് ഓക്സിലറി വെർബാണോ അതിൽ തന്നിട്ടുള്ളതെന്ന് നിങ്ങൾ പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി, യെസ് 6 ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഡയറക്റ്റ്ലി 6 എടുത്ത് എഴുതാം. ദാറ്റ്സ് എ തിങ്. ഓക്കെ, സോ ക്ലിയർ, ഓക്സിലറി വെർബിൻ്റെ കാര്യം ക്ലിയർ. രണ്ടാമത്തേത് നെഗറ്റീവ് വേർഡ്സ്. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകും, നേരെ മറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകും. ഓക്കെ, ടാഗ് നെഗറ്റീവ് ആകും. സോ നിങ്ങൾ പരിശോധിക്കേണ്ടത്, ചിലപ്പോൾ നോട്ട് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാകും, നോട്ട് തരാത്ത ചില സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാകും. പക്ഷെ അതിൽ ഫ്യൂ, ഹാർഡ്ലി, ലിറ്റിൽ, സെൽഡം എന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ. അത് ശരിക്കും നോട്ടിൻ്റെ മീനിങ് ഉള്ള വേർഡ്സാണ്. സോ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിലേതെങ്കിലും ഒരു വേർഡ്സ്, ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു വേർഡ്സ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം തീരുമാനിക്കാം, ഒരു കാര്യം ഡിസൈഡ് ചെയ്യാം. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു കാര്യം എഗെയിൻ ടാഗിലേക്ക് വരുമ്പോൾ എന്താവണം, ടാഗ് പോസിറ്റീവ് ആവണം എന്ന് തീരുമാനിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു ആർ നോട്ട് ഗോയിങ്, അതിൽ നോട്ട് ഉണ്ട് ഓൾറെഡി അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആർ യു, നോട്ട് വേണ്ട, കാരണം സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. പിന്നെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കണം, ആം നോട്ട് വന്നു കഴിഞ്ഞാൽ ടാഗിൽ നിങ്ങൾ ആമിൻറ്റ് എന്നെഴുതാൻ പാടില്ല, ആറിൻറ്റ് എന്നെഴുതണം. അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഫ്രം ദാറ്റ് സൈഡ്. ഓക്കെ, സോ അത് നിങ്ങൾ മറക്കണ്ട ആ ഒരു ഭാഗം. സോ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഷാൽ വി, നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പോകാം, അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് സബ്ജക്റ്റ് എടുത്ത് എഴുതുക, പ്രൊനൗണാണ് എഴുതേണ്ടത്. സോ ഹീ ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഹീ എഴുതാം, ഷീ ആണെങ്കിൽ അതുപോലെ തന്നെ ഷീ എഴുതാം, ദേ ആണെങ്കിൽ അതുപോലെ തന്നെ ദേ എഴുതാം, ബോയ്, ദ ബോയ് ആണെങ്കിൽ ദ ബോയ് അല്ലേ, നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എടുക്കുമ്പോൾ അത് ഹീ ആവും. ദ ഗേൾ ആണെങ്കിൽ ഷീ ആവും. രാജു ആണെങ്കിൽ ഹീ. നേരെ മറിച്ച് ഒരു ഗേളുടെ പേരാണെങ്കിൽ സിനി എന്നാണെങ്കിൽ ഷീ. ഓക്കെ, ലൈക്ക് ദാറ്റ്. സോ ഡോഗ് എന്നാണെങ്കിൽ, ഡോഗൊക്കെ പോലെ ആനിമൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇറ്റ്. ഓക്കെ, സോ അതുപോലെ തന്നെ എവ്രി വൺ ആണെങ്കിൽ ദേ, എവ്രിബഡി ദേ, നൺ ഓഫ് എസ് വി, സം ഓഫ് എസ് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ വി, നൺ ഓഫ് യു ഇപ്പുറത്തേക്ക് ടാഗിലേക്ക് വരുമ്പോൾ യു, സം ഓഫ് യു യു. ഓക്കെ, സോ ഇതെല്ലാം കണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ തറവായി പഠിച്ചു വരും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോകാം. രാജു ഈസ് വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്. അത് വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഓക്സിലറി വെർബ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതിൽ ഓക്സിലറി വെർബ് ഈസ് ആണ്, ഈസ് എഴുതി. നമ്മൾ നോക്കി സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കി. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണ്, കാരണം നോട്ടില്ല. സോ ടാഗിൽ നോട്ട് വേണം. ഈസ് ഇൻറ്റ്. രാജു ആണല്ലേ, രാജു എന്ന് പറയുന്നത് ഹീ ആണ്, പ്രോനൗൺ എന്ന് വരുമ്പോൾ ഈസ് ഇൻ ഹീ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ എന്താവും? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൻ്റെ ബേസിൽ തുറന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർ ഇൻ തേ. കുറച്ച് ഡിഫറെൻ്റ് ആയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, സെയിം ഡിഫറെൻറ്റ് പാറ്റേൺ ആകുമ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, സോ മൂന്നാമത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഹി യൂസ് ടു ബി എ ക്രിക്കറ്റ് പ്ലെയർ. അതിൻ്റെ ഡിഡിൻ ഹീ ആണ് അതിൻ്റെ ആൻസർ. ടാഗ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യൂസ് ടു വന്നാൽ കണ്ണും പൂട്ടി എന്ത് എഴുതണം? ഡിഡിൻറ്റ് എന്ന ടാഗ് എഴുതണം. ഡിഡിൻറ്റ് പിന്നെന്താണോ പ്രോനൗൺ അത് എഴുതണം. ഇവിടെ ഹി യൂസ് ടു ബി എ ക്രിക്കറ്റ് പ്ലെയർ. സോ നിങ്ങൾ ഇത് ഡിഡിൻ ഹീ. ഇവിടെ നേരെ മറിച്ച് ദേ യൂസ് ടു ഗോ ദെയർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ കണ്ണുമൂട്ടി എഴുതിക്കോ ഡിഡിൻറ്റ് ദേ, ഡിഡിൻറ്റ് ദേ. ഓക്കെ, വൺ ഷുഡ് ബി സ്ട്രിക്റ്റ്. ഇവിടെ ക്ലിയർ ആണ് നിങ്ങൾക്ക്. ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഷുഡാണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നോട്ട് എഴുതി. ഷുഡിൻറ്റ്. വൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് തന്നെ എഴുതാം. വൺ ഗേൾ ഈസ് നോട്ട് പ്രസൻറ്റ് ടുഡേ. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്സിലറി വെർബ് ഈസ് ആണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. സോ നോട്ട് വേണ്ട, ഈസ്. വൺ ഗേൾ ആണ് അല്ലേ, വൺ ഗേൾ ആണ് സബ്ജക്റ്റ്. സോ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഷീ ആയി, ഈസ് ഷീ. നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം. നത്തിങ് വാസ്. സോ ഇവിടെ ഓക്സിലറി വെർബ് എന്താണ്? ഓക്സിലറി വെർബ് വാസ് ആണ്. വാസ് ഇറ്റ് അല്ലേ, ഓക്സിലറി വെർബ് വാസ് ആണ്. സോ നത്തിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, നത്തിങ് സംതിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് യൂസ് ദ പ്രോനൗൺ എന്ന് പറയുന്നത് ഇറ്റ് ആയിരിക്കണം
എന്താണ്? ഇറ്റായിരിക്കണം. ദീസ് ആർ ഗുഡ് മൂവീസ്. ദീസ് ആർ ഗുഡ് മൂവീസ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ആറാണ്. സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. സോ ടാഗിൽ നെഗറ്റീവ് ആവണം, നോട്ട് ചേർക്കുക. ദീസ് ദോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊനൗൺ എന്ന് പറയുന്നത് ദേ ആക്കണം, മറക്കരുത്, ദേ ആക്കണം. ക്ലിയർ? ഓക്കെ. ദർ വോണ്ട് ബി ടൈം. സോ ഈസിയാണ്, കാരണം വിൽ നോട്ടാണ് ഓക്സിലറി വെർബ് എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, സോ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ ഓക്സിലറി വെർബ് വില്ലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വില്ല് എഴുതി, നോട്ട് എഴുതണ്ട. നേരെ ഇവിടെ ദയർ കിടപ്പുണ്ട്, ദയർ എടുത്ത് അപ്പുറത്തേക്ക് ഇടുക. ആം ലേറ്റ്, ആറിൻ്റായി. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആം പ്ലസ് നോട്ട് ആറിൻറ്റ് വരുമെന്ന്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ആറാണ്, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, നോട്ട് എഴുതി, ഐ. ക്ലിയർ? ഐ ആം നോട്ട് ബാഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ ആം നോട്ട് ബാഡ് എന്ന് പറയുന്നത് ഇതിലാ എന്താണ്? ഓക്സിലറി വെർബ് ആം ആണ്. നോട്ട് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് എഴുതണ്ട, ഐ. അവിടുത്തെ ഐ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടുക, ഐ. ക്ലിയർ? സോ ഇതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇത് മനസ്സിലുണ്ടായിരിക്കുക. ദിസ് എക്സാമ്പിൾ ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അതർവൈസ് യു മേ ഗോ റോങ്. ഓക്കെ, സോ എവറിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് PSC ചോദിക്കാറുള്ളൊരു ടൈപ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ ആട്ടോ. എവറിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്സിലറി വെർബ് ഹാസ് ആണല്ലോ. കാരണം ഓക്സിലറി ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? സാധാരണ പോലെ ഹാസ് എഴുതും അല്ലേ? നമ്മൾ സാധാരണ പോലെ ഹാസ് എഴുതും. പിന്നെന്താ? നോട്ടുണ്ടോ എന്ന് നോക്കും, നോട്ട് എഴുതും, നോട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ടില്ല. സോ നോട്ട് എഴുതി. പിന്നെന്താ? എവരിബഡി, ദേ എഴുതി. ബട്ട് ദ ആൻസർ ഈസ് റോങ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എവരിബഡിയൊക്കെ വരുന്ന പോലുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങളെപ്പോഴും ഫോക്കസ് കൊടുക്കേണ്ടത് സബ്ജക്റ്റിനാണ്. ഓക്കെ, ദേ പ്രൊനൗണ് ദേ ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഹാവ് എന്ന് തന്നെ യൂസ് ചെയ്യണം. ഇതെന്താവും? ഇത് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ ഹാവ് ആവും. ഓക്കെ, ക്ലിയർ? അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. വളരെ ബുദ്ധിമുട്ടുള്ളതല്ല, ഇത് ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻസിലൂടെ ചെയ്തു വരുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ശോഭന ഡാൻസസ് വെരി വെൽ. ഇതൊന്ന് ശ്രദ്ധിക്കണം. ശോഭന ഡാൻസസ് വെരി വെൽ. ഇവിടെ ഓക്സിലറി വെർബ് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കൊന്നും ഓക്സിലറി വെർബും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. ഈ ഡാൻസസ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് ഡാൻസ് ആണ്. ഇവിടെ അകത്ത് ഡസ് ഉണ്ട്. ഓക്കെ, ഡാൻസസ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് ഡാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ളതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഇതിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഡാൻസസ്, ഡസ് ഉണ്ട് അവിടെ, ഡസ് പുറത്തെടുത്തു, ഓക്സിലറി വെർബ് എഴുതി, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, നെഗറ്റീവ് ആക്കി ടാഗ്. ശോഭന എന്ന് പറയുന്നൊരു സ്ത്രീയാണ്, സോ ഷീ ആണ്. ക്ലിയർ? ഓക്കെ. ഇറ്റ് റെയിൻഡ് ലാസ്റ്റ് ഡേ. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. സോ ഇറ്റ് റെയിൻഡ് എന്ന് എഴുതിയിട്ടുള്ളതിൽ ഡിഡ് പ്ലസ് റെയിൻ ആണ് ഉള്ളത്. ഓക്കെ, ഡിഡ് പ്ലസ് റെയിൻ. സോ നിങ്ങൾ ഡിഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഡിഡിൻ്റ് ആണ് കേട്ടോ. ഇവിടെ നോട്ട് വിട്ടുപോയതാണ്. ഡിഡിൻറ്റ് ഇറ്റ്. ഓക്കെ, സോ ഫ്യൂ പീപ്പിൾ കെയിം ഫോർ ദ മീറ്റിംഗ്. അവിടെയാണ് മറ്റൊരു കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്തു? ഇവിടെ കെയിം ആണ് അല്ലേ? കെയിം എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്. നമ്മൾ എക്സാക്ട്ലി ടെൻസ് പഠിക്കുമ്പോൾ ഈ ഒരു ഡിഫറൻറ്റ് എന്താണെന്ന് എക്സാക്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക്. കം കെയിം. ഓക്കെ, കം കെയിം. അപ്പോൾ കെയിമിൻ്റെ അകത്ത് കെയിം എന്ന് പറഞ്ഞാൽ ഡിഡ് അകത്ത് കിടപ്പുണ്ട്. സോ നമ്മൾ ഡിഡ് എടുത്തു. പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കി സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞു നോട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേർഡ്, ഫ്യൂ എന്ന് പറയുന്ന വേർഡ് നോട്ടുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റിൽ. സോ നോട്ട് വേണ്ട. പീപ്പിൾ ആണല്ലേ? പീപ്പിൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ദേ ആയി. ക്ലിയർ? പീപ്പിൾ അപ്പുറത്തേക്ക് വരുമ്പോൾ ദേ ആയി. ഷീ ഹാർഡ്ലി അറ്റൻഡ്സ് എനി ക്ലാസ്. ഡസ് ഷീ? എഗെയിൻ അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹാർഡ്ലി വന്നിട്ടുണ്ട്. അറ്റൻഡ്സ് എന്ന് പറഞ്ഞാൽ അറ്റൻഡ്സ്. ഡസ് പ്ലസ് അറ്റൻഡാണ് അറ്റൻഡ്സ്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് എഴുതി? ഡസ് എഴുതി. ഹാർഡ്ലി എന്ന് പറയുന്നത് നോട്ടിൻ്റെ മീനിങ് വരുന്നതാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. സോ ടാഗ് പോസിറ്റീവ് ആവാൻ പോവുകയാണ്. ഒന്നും വേണ്ട, നോട്ട് വേണ്ട. സബ്ജക്റ്റ് ഷീ ആണ്. ഷീ എടുത്ത് അപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, സോ ക്ലിയർ? ഓക്കെ, യു വിൽ ഡൂ ദ വർക്ക്.
വോണ്ട് യു. അവിടെ കൺഫ്യൂഷൻ ഇല്ല, നമ്മൾ പഠിച്ചതിൻ്റെ ബേസിൽ തന്നെ ഉള്ളതാണ് ഇതൊക്കെ തന്നെ. ഇവിടെ മാത്രം യു ക്യാൻ സ്വിം വെൽ, ഞാനൊന്ന് ജസ്റ്റ് പറയുകയാണ്. ക്യാൻ ഓക്സിലറി വേർബാണ്, നോട്ട് ചേർത്തു, യു എഴുതി. ഇവിടെയും കൺഫ്യൂഷനില്ല, യു വുഡ് ഹാവ് സീൻ ഇറ്റ്. ഇവിടെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരണ്ട, 2 ഓക്സിലറി വേർബ് എന്നൊന്നും തോന്നണ്ട. ഫസ്റ്റ് ഓക്സിലറി വേർബ് എടുക്കുക, വുഡ് എഴുതുക, നോട്ട് ചേർത്തു, വി എഴുതി, അതുപോലെ തന്നെ. ഓക്കെ. വിനെഗർ ടേസ്റ്റ് സോർ, നമ്മൾ നേരത്തെ പറഞ്ഞു. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് ടേസ്റ്റ് ആണ്. സോ ഡസ് പുറത്തെടുത്തു, നോട്ട് ചേർത്തു, വിനെഗർ ഇറ്റാണ്. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ വിനെഗർ സാധനമാണല്ലോ, സാധനങ്ങൾക്കൊക്കെ ജീവനില്ലാത്ത വസ്തുവിനൊക്കെ ഇറ്റാണ് യൂസ് ചെയ്യുക. പിന്നെ ഡോഗ് പറഞ്ഞു, ആനിമൽസിന് ഇറ്റാണ് യൂസ് ചെയ്യുക, അതുപോലെ ഞാൻ പറഞ്ഞു. നൺ ഓഫ് എസ് വെൻ ദയർ. ഇവിടെ വെൻറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മറ്റേ ടെൻസ് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ, ഗോ വെൻറ്റ് എങ്ങനെയാണ് വന്നതെന്ന്. വെൻറ്റിൻ്റെ അകത്ത് ഡിഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഇങ്ങനെ പഠിച്ചാൽ തന്നെ കുറേ കാര്യം ക്ലിക്കാവും. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. ഡിഡ് പ്ലസ് ഗോ ആണ് വെൻറ്റ്. ഓക്കെ, ഡിഡ് പ്ലസ്, സോ ഇവിടെ ഡിഡ് ഉണ്ട്. വെൻറ്റ് എന്ന് പറയുമ്പോൾ ഡിഡ് എഴുതി, സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്, സോ നോട്ട് വേണ്ട. ഓക്കെ, പിന്നെ എസ് ഇപ്പുറത്തേക്ക് പ്രൊനൗൺ എടുക്കുമ്പോൾ വി. ഓക്കെ, വി, ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, സോ നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് ഡിസോൺഡ് മീ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അൺകൗണ്ടബിൾ നൗണാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മൈ ഫ്രണ്ട്സ് അല്ലേ, ആദ്യം നമ്മൾ നോക്കി എന്താ, മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർ, അക്കൗണ്ടബിൾ ആണ്. സോ ഹാസ് അല്ല, ഇപ്പുറത്ത് വരുമ്പോൾ ഹാവ്. കാരണം ഞാൻ പറഞ്ഞു ദേ നമ്മൾ എഴുതും, ദേ എഴുതുമ്പോൾ ഇപ്പുറത്ത് എന്തായിരിക്കണം, ഹാവ് ആയിരിക്കണം. സോ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ മറക്കരുത്. പിന്നെ നണ്ണുള്ളത് കൊണ്ട് നോട്ട് വേണ്ട. ഇറ്റ്സ് റിയലി ഹോട്ട് ഹിയർ, നമ്മൾ പഠിച്ച ബേസിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ. ഈസിൻറ്റ് ഇറ്റ്. ഹി ഹാഡ് ഡിന്നർ ഫ്രം താജ്മഹൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എഴുതുമ്പോൾ ഓക്സിലറി വെർബ് ഹാഡ് എഴുതും, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, നോട്ട് എഴുതും. സബ്ജക്റ്റ് പ്രൊനൗണും സബ്ജക്റ്റും സെയിം, ഹി, ഹാഡ് ഇൻ ഹി. പക്ഷേ ആൻസർ റോങ് ആണ്. കാരണം ഇവിടെ വേർബില്ല. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ, ഇംഗ്ലീഷിൽ ഫോം നമുക്കറിയാം, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്, ക്രിയ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഒബ്ജക്റ്റ്. ഇവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം കഴിക്കുന്നോ ഒന്നും പറയുന്നില്ല. സോ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് മാത്രം, വേർബ് റിയൽ വേർബ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വേറെ ഒന്നും ആലോചിക്കാനില്ല. എവറിത്തിങ് ഈസ് വെരി ഈസി. ഡിഡ് ആലോചിച്ചോളാം. ഹി ഹാഡ്, അതിനപ്പുറം നിങ്ങൾ വേർബൊന്നും കണ്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നെ ഡിഡ് ചേർത്തോളണം. പിന്നെ ബാക്കി നമ്മൾ പഠിച്ചതുപോലെ ഡിഡിൻറ്റ് ഹി. ഓക്കെ, സോ ഇവിടെ കൺഫ്യൂഷനൊന്നും വേണ്ട നിങ്ങൾക്ക്. ലെറ്റ്സ് ഗോ ദേ. ലെറ്റസ് വന്നാൽ ഷാൽ വി. ഓക്കെ, പിന്നെ ലെറ്റ് മീ ഹാവ് എ ലുക്ക്. ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വിൽ യു യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലീസ് ലെറ്റസ് ട്രാവൽ. പ്ലീസും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പ്ലീസും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി വിൽ യു എന്ന് ചേർത്തോളണം. ഓക്കെ, സോ വിൽ യു എന്ന് ചേർത്തോളണം. ഡോണ്ട് മേക്ക് എനി നോയ്സ്. ഇതൊരു കമാൻഡാണ് ആക്ച്വലി അല്ലേ. ഒരു പ്രത്യേക ഇതാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യരുത്. സോ ഇങ്ങനെയാണെങ്കിലും വിൽ യു യൂസ് ചെയ്യണം. ബി കെയർഫുൾ വെൻ യു ഡ്രൈവ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരമായിട്ടുള്ളൊരു സാധനം നിങ്ങൾ പറയുകയാണ്. അങ്ങനെ എമർജൻസി ആയിട്ട് ഒരു അടിയന്തരമായിട്ടൊരു കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? അതിൽ വോണ്ട് യു ആയിരിക്കണം. അതിൽ നിങ്ങൾ റൂളൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട, നിങ്ങളിത് കാണാതെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരണം. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് റെഡിയാവും. പക്ഷെ ഇത് മനസ്സിലുണ്ടായിരിക്കുക. ഷട്ട് യുവർ മൗത്ത് എന്ന് പറഞ്ഞൊരു ആജ്ഞയാണ്. എക്സാക്ട്ലി. സോ ഷട്ട് യുവർ മൗത്ത്, വായടക്കുക. പറ്റില്ല നിനക്ക് വായടക്കാൻ, നമ്മൾ ചോദിക്കില്ലേ? ഓക്കെ, ലൈക്ക് ദാറ്റ്. ഷട്ട് യുവർ മൗത്ത് കാൺട്ട് യു. ഷട്ട് യുവർ മൗത്ത് അതുപോലെയാണെങ്കിൽ എന്താണ്? കാൺട്ട് യു എന്നാണ് വരേണ്ടത്. ഓക്കെ, സോ വി നീഡിൻറ്റ് ഗോ ടു ഓഫീസ് ടുഡേ. ഇവിടെ എന്താണ്? ഇവിടെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് നീഡാണ്. ഓക്കെ, നോട്ടുണ്ട് അവിടെ. സോ നോട്ട് വേണ്ട, വി, നീഡ് വി. ദ ബ്രിട്ടീഷ് കൗൺസിൽ ഓഫേർഡ് ഹിം സ്കോളർഷിപ്പ്. ഓഫേർഡിൻ്റെ അവിടെ ഡിഡ് ഉണ്ട്. സോ ഡിഡ് എഴുതി, നോട്ട് എഴുതി, ദേ ബ്രിട്ടീഷ് കൗൺസിൽ. ബ്രിങ് മി എ ബ്ലാങ്കറ്റ്. ഓക്കെ, അതൊരു
എന്താ പറയുക, നമ്മൾ പറയുകയാണ്. സോ നമ്മൾ നേരത്തെ പഠിച്ചു വിൽ യു. ക്ലിയർ? സോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് 1-2 തവണ കാണുക ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആ ഫോം കറക്റ്റായിട്ട് പഠിക്കുക, ഓക്സിലറി വെർബുകൾ ഇത്ര എണ്ണാന്ന് പഠിക്കുക, നോട്ടിൻ്റെ ഷോർട്ട് ഫോംസ് പഠിക്കുക, നോട്ടിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന മീനിങ്സ് പഠിക്കുക, സ്ട്രക്ചർ പഠിക്കുക, എങ്ങനെയാണോ ആ റൂള് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് വിൽ വെരി ഈസി. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. എനി ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.